നാളെ വിഷു ആയതുകൊണ്ട് തന്നെ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനും ചേട്ടനും റൂമിലെത്തി. നേരെ ഉണ്ണിയുടെ അമ്മേനെ എടുത്ത് നേരെ നമ്മൾ കിസേസിലുള്ള സ്റ്റേഡിയം ലുലുവിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കുറേ നല്ല ഇൻസ്റ്റഗ്രാമിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റേഡിയം ലുലുവിൽ വിഷുവിൻ്റെ ചന്തയുണ്ട്, വിഷു ചന്ത ഉണ്ടെന്ന്. അപ്പോൾ വിഷു ചന്ത കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ. ഞാനും ഉണ്ണികളിക്കും നല്ല നാടൻ ലുക്കിലായിരുന്നു, പാവാടിയും ധാവണിക്ക് എടുത്തിട്ടാണ് കേട്ടോ വന്നത്. അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. അതിന് അവിടെ വന്നത് അടിപൊളിയായിട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ വിഷുക്കണി കാണുന്നത് ലുലുവിൽ പോയിട്ടാണ് കേട്ടോ. നല്ല വിഷുക്കണിയായിരുന്നു. നല്ല രീതിയിൽ അവർ വിഷുചന്തയ്ക്കും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു നാട്ടിൽ പോയൊരു പ്രതീതി ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിഷുചന്തയിലേക്ക് കടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവസാന ദിവസമാണല്ലോ, നാളെയാണല്ലോ വിഷു, അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങാനൊക്കെ നല്ല തിരക്കായിരുന്നു. നമ്മളാണെങ്കിൽ അവസാന സമയത്താണല്ലോ പോയത്. അപ്പോൾ ആകെ തിക്കും തിരക്കായിരുന്നു. പക്ഷേ നോക്കിയപ്പോൾ കണിക്കൊന്നയ്ക്ക് ആകെ ആ ഒരു ഫ്രഷ്നെസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ 2 ദിവസം മുന്നേ വരാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് നോക്കിയ നടത്തത്തിൻ്റെ ഇടയിൽ അമ്മ പറഞ്ഞു, ഇതെന്താ ഇവിടെ മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നു കേട്ടോ. ടൈലിക്ക് എന്താ മണ്ണ് പോലെയെന്ന്. പക്ഷെ മണ്ണല്ല, അവരൊരു വാൾപേപ്പർ, ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് താഴെ. ശരിക്കും നമ്മുടെ നാട് പോലെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുല്ലും മണ്ണൊക്കെയും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മുടെ വിഷു പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിഷു ചന്തയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷുവിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഇത് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് പിന്നെ നമ്മളുടെ വിഷുവിനുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ നേരെ അപ്പുറത്ത് പലതരം പായസങ്ങൾ, ഫുഡ്, അങ്ങനെ എന്തെന്നാ പറയുന്നത്, വിഷുവിനുള്ള എല്ലാതും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ലുലുവിൽ. നമ്മളെന്തായാലും കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പച്ചക്കറിയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ നല്ല പാലടയും നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് റൂമിൽ പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു.